രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സീറ്റുകൾ നേടി ബി.ജെ.പി. നേതൃത്വത്തിലുള്ള എൻ.ഡി.എ സഖ്യം 12 അംഗങ്ങൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ഉപരിസഭയിൽ ഭരണമുന്നണി ഭൂരിപക്ഷം മറികടന്നത്. രാജ്യസഭയിൽ ആകെ 245 സീറ്റുകളാണുള്ളത്. എന്നാൽ നിലവിൽ 8 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. ജമ്മു കശ്മീരിൽ നിന്ന് 4 സീറ്റുകളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 4 സീറ്റുകളുമാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. അതിനാൽ നിലവിലെ അംഗബലം 237 ഇത് പ്രകാരം രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 119 സീറ്റാണ്. നിലവിൽ എൻ.ഡി.എക്ക് 121 സീറ്റായി. ഇതോടെ സുപ്രധാന നിയമനിർമ്മാണങ്ങൾ നടത്താനുള്ള പിന്തുണ എൻ.ഡി.എക്ക് ഉറപ്പിക്കാനുമായി. ബി.ജെ.പിയുടെ 9 അംഗങ്ങളെയാണ് എതിരില്ലാതെ തിരഞ്ഞെടുത്തത്. ഇതോടെ രാജ്യസഭയിൽ ബി.ജെ.പിയുടെ അംഗബലം 96 ഉയർന്നു. അജിത് പവാറിന്റെ എൻ.സി.പിയിലെയും രാഷ്ട്രീയ ലോക് മഞ്ചിലെയും ഓരോ അംഗങ്ങളും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. കൂടാതെ 6 നോമിനേറ്റഡ് അംഗങ്ങളുടെയും ഒരു സ്വതന്ത്ര അംഗത്തിന്റെയും പിന്തുണ എൻ.ഡി.എക്ക് ലഭിക്കുന്നുണ്ട്. ബി.ജെ.പിയെ കൂടാതെ ജെ.ഡി.യു 4, എൻ.സി.പി 3 എന്നിവരും ഓരോ സീറ്റുള്ള എസ്, പി.എം.കെ, എ.ജി.പി, യു.പി.പി.എൽ, ടി.എം.സി.എം, എൻ.പി.പി, ആർ.പി.ഐ.എ, ആർ.എൽ.എം, ആർ.എൽ.ഡി, ജെ.ഡി.എസ് എന്നിവരുമാണ് എൻ.ഡി.എയിലെ മറ്റു കക്ഷികൾ. രാജസ്ഥാനിൽ നിന്ന് രവനീത് സിംഗ് ബിട്ടു, ബീഹാറിൽ നിന്ന് മനൻ കുമാർ മിശ്ര, ഹരിയാനയിൽ നിന്ന് കിരൺ ചൗധരി, മധ്യപ്രദേശിൽ നിന്ന് ജോർജ് കുര്യൻ, മഹാരാഷ്ട്രയിൽ നിന്ന് ധീര്യ ശീൽ പാട്ടീൽ, ത്രിപുരയിൽ നിന്ന് രാജീവ് ഭട്ടാചാരി, ഒഡീഷയിൽ നിന്ന് മമത മോഹൻദാസ്, മിഷൻ രഞ്ജൻ ദാസ്, രാമേശ്വരം എന്നിവർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ബി.ജെ.പി. സ്ഥാനാർത്ഥികളിൽ ഉൾപ്പെടുന്നവരാണ്. തെലങ്കാനയിൽ നിന്ന് കോൺഗ്രസിന്റെ അഭിഷേക് മനു സിംഗ്വി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതും ശ്രദ്ധേയമാണ്. എൻ.സി.പി. അജിത് പവാർ വിഭാഗത്തിന്റെ നിതിൻ പാട്ടീൽ മഹാരാഷ്ട്രയിൽ നിന്നും ആർ.എൽ.എമ്മിന്റെ ഉപേന്ദ്ര കുശ്വാഹ ബീഹാറിൽ നിന്നും ഉപരിസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അതേസമയം കോൺഗ്രസ് അംഗങ്ങളിൽ ഒരാളെ തിരഞ്ഞെടുത്തതോടെ രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന്റെ എണ്ണം 85 കഴിഞ്ഞ 10 വർഷമായി എൻ.ഡി.എക്ക് രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല. എങ്കിലും വിവാദ ബില്ലുകൾ പാസാക്കാൻ നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദൾ, വൈ.എസ്. ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ.എസ്.ആർ. കോൺഗ്രസ് തുടങ്ങിയ കക്ഷികളുടെ സഹായത്തോടെ പാസാക്കാനായിരുന്നു. എന്നാൽ നിലവിൽ ഇരു പാർട്ടികൾക്കും അവരവരുടെ സംസ്ഥാനങ്ങളിൽ അധികാരം നഷ്ടമായിരിക്കുകയാണ്. ഒഡീഷയിൽ ബി.ജെ.പിയോടാണ് ബി.ജെ.ഡി. തോറ്റിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലാകട്ടെ ബി.ജെ.പി. ഉൾപ്പെട്ട സഖ്യത്തോടാണ് വൈ.എസ്.ആർ. കോൺഗ്രസ് പരാജയപ്പെട്ടത്. അതിനാൽ ഭാവിയിൽ സഭയിൽ അവരുടെ പിന്തുണ കണക്കാക്കാനാവില്ല എന്നതാണ് സത്യം.